മനുഷ്യന് വംശനാശം സംഭവിക്കുമോ എന്നത് കൃത്യമായ ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ്. എന്നാൽ ദിനോസറുകൾ പോലെ ഒരു കാലത്ത് ഭൂമിയിൽ മേധാവിത്വം പുലർത്തിയിരുന്ന ജീവിവർഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യന് വംശനാശം സംഭവിക്കുകയാണ് എങ്കിൽ പിന്നെ ഏത് ജീവിവർഗമായിരിക്കും ലോകം ഭരിക്കുക? ആ ചോദ്യത്തിന് പ്രമുഖ ജന്തുശാസ്ത്രജ്ഞനും ഓക്സ്ഫോർഡ് സർവകലാശാല പ്രൊഫസറുമായ ടിം കോൾസൺ നൽകിയിരിക്കുന്ന ഉത്തരം നീരാളികൾ എന്നാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇല്ലാതായാൽ നീരാളികൾ ഭരിക്കുന്ന ഒരു ലോകം വരുമെന്ന് താൻ പ്രവചിക്കുന്നത് എന്നതിന് കൃത്യമായ വിശദീകരണവും അദ്ദേഹം നൽകുന്നുണ്ട്. ദ യൂറോപ്യൻ മാഗസിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ബുദ്ധിശക്തിയും വിഭവശേഷിയുമേറിയ ജീവിവർഗമാണ് കടൽ ജീവിയായ നീരാളി എന്ന് പ്രൊഫസർ ടിം കോൾസൺ ചൂണ്ടിക്കാട്ടുന്നു. അവർക്ക് ഭൂമിയിലെ മേധാവിത്വമുള്ള ജീവിവർഗമായി പരിണമിച്ചു വരാനുള്ള എല്ലാ ഘടകങ്ങളുമുണ്ട്. ബുദ്ധിശക്തിയും ശേഷിയേറിയ കാലുകളും അനുകൂല ഘടകങ്ങളാണ്. നീരാളികൾ ലോകത്തെ ബുദ്ധി കൂടിയതും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നതും വിഭവ സമൃദ്ധമായ ജീവികളിലും ഒന്നാണ്. സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വസ്തുക്കളെ കൈകാര്യം ചെയ്യാനും വളരെയധികം കൃത്യതയോടെ സ്വയം മറഞ്ഞിരിക്കാനുള്ള കഴിവും അതിനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. വെള്ളത്തിനടിയിൽ നീരാളികൾ കോളനികൾ സൃഷ്ടിക്കുമെന്നും മനുഷ്യൻ സൃഷ്ടിച്ചതുപോലുള്ള നാഗരികതകൾ രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. ഇതിനുള്ള ശാരീരിക മാനസിക ഗുണങ്ങൾ നീരാളിക്കുണ്ട്. ഇത് അത്യാധുനിക നീരാളി സമൂഹങ്ങൾ സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും. നീരാളികളുടെ നാഡീഘടന, വികേന്ദ്രീകൃതമായ നാഡീവ്യവസ്ഥ, പ്രശ്നപരിഹാര ശേഷി എന്നിവ പ്രവചനാതീതമായ ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് സഹായകമാകുമെന്നും നീരാളികളുടെ പരിണാമ സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രൊഫസർ പറയുന്നത്. സമുദ്രജീവികളായ നീരാളികൾക്ക് ലോകം മുഴുവൻ അടക്കി വാഴാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പ്രൊഫസർ ടിം കോൾസണിന് ഉത്തരമുണ്ട്. മനുഷ്യനില്ലാതായാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നീരാളികൾ പരിണമിച്ച് കരയിലേക്ക് കയറും. ഇപ്പോൾ 30 മിനിറ്റോളം കരയിൽ അതിജീവിക്കാനുള്ള ശേഷി നീരാളികൾക്കുണ്ട്. ഭാവിയിൽ കരയിൽ കൂടുതൽ നേരം നിലനിൽക്കാനുള്ള ശ്വസന ഉപകരണങ്ങൾ നീരാളികൾ വികസിപ്പിച്ചേക്കാം. കരയിൽ ഇര തേടാനും നീരാളികൾക്ക് ശേഷി കൈവരുമെന്നും അദ്ദേഹം പറയുന്നു. മനുഷ്യന് വംശനാശം സംഭവിക്കുകയാണ് എങ്കിൽ സസ്തനികളായ മറ്റേതെങ്കിലും ജീവിവർഗങ്ങളാകും സ്വാഭാവികമായും ഭൂമിയിൽ ആധിപത്യം നേടുകയെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്നാൽ ഇതിനെ നിരാകരിക്കുന്നതാണ് ടിം കോൾസന്റെ കാഴ്ചപ്പാടുകൾ. എന്തെങ്കിലും കാരണവശാൽ മനുഷ്യന് വംശനാശം സംഭവിക്കുകയാണെങ്കിൽ അതേ കാരണത്താൽ മറ്റ് സസ്തനികൾക്കും കുരങ്ങ് വർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്ന പ്രീമേറ്റുകൾക്കും വംശനാശം സംഭവിച്ചേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് നീരാളികളുടെ ആധിപത്യത്തിന് വഴിയൊരുക്കുക. നീരാളികൾക്ക് വൈദഗ്ധ്യം, ജിജ്ഞാസ, പരസ്പരം ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവയുടെ സവിശേഷമായ സംയോജനമുണ്ട്. ഇത് അവയെ ഭൂമിയിൽ ആധിപത്യം നേടാൻ സാധ്യതയുള്ള ജീവി വർഗ്ഗങ്ങളിൽ ഏറ്റവും മുന്നിൽ നിർത്തുന്നുണ്ട് എന്നും ടിം കോൾസൺ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.